ചേട്ടാ നമസ്കാരം. നമസ്കാരം. പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചൈനയെ തകർക്കാൻ ഇന്ത്യക്ക് റഷ്യയുടെ വലിയൊരു പിന്തുണ വരുന്നുണ്ട്. ആക്ച്വലി ചൈന എന്ന് പറയുന്നത് റഷ്യയുടെയും വലിയ സുഹൃത്താണല്ലോ. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എണ്ണ ചൈന റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷെ ഇപ്പോ സംഭവം വളരെ സീരിയസ് ആണ്. ചൈനയുടെ മൈറ്റി ഡ്രാഗൺ എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാനമുണ്ട്. അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിനായി വ്യോമസേനയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യ ഈ സ്റ്റെൽത്ത് വിമാനങ്ങളെ നേരിടാനുള്ള പുതിയ നീക്കങ്ങൾ നടത്തുകയാണ്. ഈ മൈറ്റി ഡ്രാഗൺ എന്ന് പറയുന്ന ഈ സ്റ്റെൽത്ത് വിമാനം ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇന്ത്യക്ക് നല്ല ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പോ ഇതിനെ തടയിടാനായിട്ട് റഷ്യയുടെ S-500 പ്രൊമത്യൂസ് എന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2 സ്ക്വാഡ്രണുകളാണ് വാങ്ങുന്നത്. പക്ഷെ ഇതില് ഒരുപാട് ഇതുണ്ട് കേട്ടോ, എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. S-500 നമ്മൾ വാങ്ങുമ്പോൾ S-400 നിഷ്പ്രഭമാവില്ല എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരും. പക്ഷേ ഇന്ത്യ പറയുന്നത് ഇല്ല, ആവില്ല. ഈ S-400ഉം S-500ഉം കൂടെ സംയോജിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് ഇന്ത്യ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, S-400 ഇന്ത്യ വാങ്ങിച്ചപ്പോഴും റഷ്യ ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം ഇന്ത്യ അതിൽ കാലാനുസൃതമായി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് ഓൾട്ടർ ചെയ്തു ആ സാധനത്തിനെ. എന്നിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഈ S-400നെ ഭേദിച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണം ഇപ്പോഴും മോസ്കോയിലൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. S-400നെ തകർത്ത് റഷ്യയിലേക്ക് പല ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ റഷ്യൻ പ്രസിഡന്റിന്റെ വസതിയിലേക്ക് യുക്രൈൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയ വിഷ്വൽസ് കണ്ടായിരുന്നു ചേട്ടാ. നമ്മളെ വീഡിയോയുടെ താഴെ എല്ലാം കമന്റ് ആയിരുന്നു, പ്ലീസ് റിപ്ലൈ, ആക്രമിച്ചോ, പുടിൻ മരിച്ചോ, എന്താണ് സംഭവിക്കുന്നത്, പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകര് കമന്റ് ചെയ്തു. അത് ആക്ച്വലി അത് എനിക്ക് കണ്ടിട്ടൊരു AI വിഷ്വൽ ആയിട്ടാണ് തോന്നിയത്. ഈ 2 ഡ്രോൺ വരുന്നു, എന്നിട്ട് പുടിന്റെ വസതി എന്ന് പറയുന്ന ഒരു ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ബോംബിടുന്നു, 2 പുക വരുന്നു, ഡ്രോൺ തിരിച്ചു പോകുന്നു. ശിവകാശിയിലെ പടക്കം കൊണ്ടിട്ട് ഇതിലും ഭംഗിയായിട്ട് പൊട്ടുമെന്നാണ് എനിക്ക് തോന്നിയത്. അത് AI വിഷ്വൽ ആണെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇപ്പോ നമുക്ക് വരുന്ന ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് ചില്ലറ സംഭവമല്ല കേട്ടോ. ഈ S-500 ഇന്ത്യ റഷ്യ സംയുക്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. 600 കിലോമീറ്റർ ദൂരെ നിന്ന് ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ ഇത് സാധിക്കും എന്നുള്ളതാണ്. 200 കിലോമീറ്റർ മുകളിൽ വരെ പോയി ലക്ഷ്യങ്ങളെ തകർക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത്യാധുനിക ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇതിലുണ്ട്. J-20 അഥവാ മൈറ്റി ഡ്രാഗൺ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളെ 600 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ ഇന്ത്യ റഷ്യയുടെ സഹായത്തോടു കൂടി തകർക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ചേട്ടാ, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചൈനയ്ക്ക് അതിൽ റഷ്യയോട് ഒരു ചെറിയ അമർഷമെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? അതെന്താ ചൈന പ്രകടിപ്പിക്കാത്തത്? ന്യായമായിട്ടുള്ളൊരു സംശയമാണ് എൻ്റെ. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഈ ധനുഷ് പറഞ്ഞ കണക്ക് ഉക്രൈൻ റഷ്യൻ പ്രസിഡന്റിന്റെ വസതിക്ക് ഒരു ആക്രമണം നടത്തിയെന്നാണ്. എൻ്റെ അറിവിൽ ലോകത്ത് 2 നേതാക്കന്മാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. ഒന്ന്, ഈ ബോംബ് വീണു, മിസൈൽ വീണു എന്ന് പറയുന്ന വ്ളാഡിമിർ പുടിനും, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായ നരേന്ദ്രമോദി. ഈ 2 പേര് മാത്രമാണ് ആകെ പ്രതികരിച്ചത്. ഒരാൾ പറഞ്ഞു എന്റെ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നു എന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ ശ്രീമാൻ നരേന്ദ്രമോദി ആശങ്കയും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ഒരു Xൽ ഒരു പോസ്റ്റും ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വേറെ ആരെങ്കിലും ഒക്കെ വരുമെന്ന്. ഇപ്പോ ഇന്നലെ പിന്നെ അമേരിക്കയുടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അവര് പറയുന്നത് വ്യാജമാണ്. അപ്പൊ അന്നേ തന്നെ സെലൻസ്കി പറഞ്ഞിരുന്നത് വ്യാജമായിരുന്നതാണ്. ശിവസ്വാമിയുടെ ആശ്രമത്തിൽ തീയിട്ടത് പോലെയാ. തീ ഇടുന്നുമ്പേ കൈരളി ന്യൂസ് വന്നെന്ന് പറയും പോലെയാണ്. ബോംബ് വീഴുന്നുമ്പേ മോദിയുടെ അനുശോചനം വന്ന്. ഞാൻ നോക്കി, സാധാരണ വ്ളാഡിമിർ പുടിനെ പോലെ ഒരു ലോക നേതാവ് അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെ ഒരു ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും ചൈനയെങ്കിലും ഒന്ന് അപലപിക്കേണ്ടതായിരുന്നു. അവർ ചെയ്തില്ല, മറ്റു പലരും ചെയ്തില്ല, ബെലാറസ് ചെയ്തില്ല, അവരുടെ കൂടെ നിൽക്കുന്ന ആരും തന്നെ ചെയ്തില്ല. പക്ഷെ നേരെ മറിച്ച് ആ വാർത്ത എത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീമാൻ നരേന്ദ്രമോദി ആശങ്ക അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ബന്ധത്തിന്റെ ബേസ്. ഇതാണ് ബന്ധത്തിന്റെ ബേസ്. ഞാൻ എപ്പോഴും ചർച്ചകളിൽ പറയാറുള്ള കാര്യമുണ്ട്, ഇന്ത്യയും ചൈനയും റഷ്യയുടെ സുഹൃത്തുക്കളാണ് എങ്കിലും ചൈനയേക്കാൾ ഉപരി ഇന്ത്യയാണ് അവർക്ക് വിശ്വാസവും കൂടുതൽ അടുപ്പവും. കാരണം ചൈനയുമായിട്ട് അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആ യുദ്ധത്തെക്കുറിച്ച് ഞാൻ പല ചർച്ചകളിൽ വിശദമായി തന്നെ പറഞ്ഞത് കൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. ഒപ്പം തന്നെ ചൈനീസ് പട്ടാളം നമ്മളുടെ വാർ നടക്കുന്ന വേളയിൽ, അതായത് നമ്മളും
ചൈനയുമായിട്ട് ഏറ്റുമുട്ടിയത് 21 ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കേണ്ടി വന്നതും റഷ്യൻ ഇടപെടലായിരുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശും അതായത് ബംഗ്ലാദേശുമായിട്ടല്ല, ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മളും പാകിസ്ഥാനും തമ്മിൽ നടന്ന വാറിൽ നമ്മുടെ ഹിമാലയം അതിർത്തികളിലെല്ലാം ചൈന വലിയ പടനീക്കം നയിച്ചപ്പോൾ ചൈനയുടെ ബോർഡറിൽ റഷ്യ പടനീക്കം നയിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങോട്ടേക്ക് വേണ്ട, നിങ്ങൾ മാറിക്കൂ എന്ന് പറഞ്ഞു. അമേരിക്കയും ചൈനയും ഉൾപ്പെടെ അന്ന് ഇന്ത്യക്കെതിരായിരുന്നു. അങ്ങനെ അന്ന് ചൈന നിഷ്പക്ഷമായതാണ്. ഒരു 2 മാസം മുമ്പായിരുന്നു ചൈനയിലെ ചില ഉദ്യോഗസ്ഥന്മാർ റഷ്യയിൽ അറസ്റ്റിലായിരുന്നു ചാരപ്രവർത്തനം നടത്തിയതിന്. അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും, നമുക്ക് S-400 നമുക്കും ചൈനയ്ക്കും ഒക്കെ തന്നിട്ടുണ്ടല്ലോ, എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഴ്സ് കോഡ് അവർ ഇന്ത്യക്ക് ഒഴിച്ച് ബാക്കി ഒരു രാജ്യത്തിനും നൽകിയിട്ടില്ല. ചൈനയ്ക്ക് സോഴ്സ് കോഡ് കൊടുക്കാത്തതിന് ഒരു കാരണം അവർ പറയുന്നത് തന്നെ ഇവര് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യ അങ്ങനല്ല. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ച് ചൈനയെ കൂടെ നിർത്തി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് റഷ്യയുടെ ഒരു പ്രഖ്യാപിത നയം. ഇതിനകത്ത് ചൈനയ്ക്കും താല്പര്യമുള്ള അനവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചൈനയ്ക്കൊപ്പം തന്നെ ഇന്ത്യക്കും റഷ്യയുടെ മണ്ണ് ഖനനം ചെയ്യാൻ റഷ്യ വിട്ടു നൽകിയിട്ടുണ്ട്, ഫാക്ടറികൾ സ്ഥാപിക്കാനായി വിട്ടു നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചൈനയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യം റഷ്യയാണ്. അപ്പൊ അവരുമായിട്ടൊരു ഏറ്റുമുട്ടലിൽ ചൈന ഇപ്പോൾ തയ്യാറായില്ല. കാരണം പുടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തും എപ്പോഴും ചെയ്തു കളയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് ലാഭമോ നഷ്ടമോ നോക്കാനില്ല. പ്രത്യേകിച്ച് മുകളോട്ട് നോക്കിയ ആകാശവും താഴെ ഭൂമിയും മാത്രമുള്ള ഒരു മനുഷ്യൻ. അവിടെ പോയി മുട്ടി ഉള്ള സാമ്പത്തികം കളയുണ്ടായെന്ന് ചൈനയ്ക്ക് തന്നെ. അതുകൊണ്ട് റഷ്യയെ എപ്പോഴും കരുതലിനെടുത്ത് മുൻപോട്ട് പോകാനാണ് ചൈന ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ റഷ്യ ഭയമാണ് ചൈനയ്ക്ക് എന്ന് പറയുന്നതിൽ ഒട്ടും തെറ്റു പറയാനുമില്ല. നേരെ മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളർന്നു വരുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. ചൈനയിലെ പോലെ വലിയ റിസ്ട്രിക്ഷൻസ് ഒന്നും റഷ്യൻ വ്യവസായികൾക്കില്ല. റഷ്യക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പങ്ങളില്ല. ആയുധം ഉണ്ടാക്കിയാലും അതിന്റെ ഒരു ഷെയർ റഷ്യക്ക് കൃത്യമായി തന്നെ കിട്ടും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തത്തുമില്ല. ഇതാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം. ഈ 1971 ശ്രീമതി ഗാന്ധി റഷ്യയുമായിട്ട് ഒരു കരാർ വെച്ചിരുന്നു. അന്ന് റഷ്യ അല്ല, USSR ആണ്. USSRുമായി കരാർ വെച്ചിരുന്നു. നമ്മളൊരു പരസ്പര സഹകരണ കരാറായിരുന്നു. അതൊരു നിർണായക ഘട്ടത്തിൽ നമുക്ക് ആപത്ത് വരികയാണെങ്കിൽ അവർ തന്നെ എത്തും നമ്മളെ രക്ഷിക്കാൻ എന്നുള്ള ഒരു കരാർ തന്നെയായിരുന്നു അത്. അപ്പോൾ ആ കരാർ USSRന്റെ പതനത്തിന് ശേഷം ആ കരാർ പിന്നെ നിലനിൽക്കില്ലല്ലോ. USSR എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. പിന്നെ ഉള്ളത് റഷ്യയാണ്. അപ്പോൾ കഴിഞ്ഞ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് റഷ്യയുടെ അധോസഭയായ ധൂമ, അവിടുത്തെ പാർലമെന്റ് ആണ്, അവരൊരു ബില്ല് പാസ്സാക്കുകയുണ്ടായി. ആ ബില്ലിന്റെ പേര് റെലോസ് ബിൽ എന്നാണ്. റെലോസ് നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിരുന്നതാണ്. ആ ബില്ലിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ആ റെലോസ് ബിൽ പ്രകാരം എന്താന്ന് ചോദിച്ചാൽ റഷ്യയുടെ സഖ്യകക്ഷികളായ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ മാത്രമല്ല, സാങ്കേതിക സഹായങ്ങൾ മാത്രമല്ല, പകരം തങ്ങൾ തന്നെ നേരിട്ട് അവരെ രക്ഷിക്കാനായി പോകുമെന്നുള്ളതാണ്. അതായത് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ റഷ്യൻ സേന അവരുടെ ആയുധവും എടുത്ത് നമ്മൾക്കൊപ്പം അണിചേരും എന്നുള്ളതാണ് ആ കരാറിൽ പറയുന്നത്. അതായത് നമ്മൾ ആവശ്യപ്പെട്ടാൽ അവരെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമീപകാലത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ രീതിയിലുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ചൈനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചൈന ഒരു ഉൽപാദക രാജ്യമാണ്. അവരുടെ ചരക്ക് എങ്ങനെ വിൽക്കാം എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അതല്ല. നമുക്ക് സ്വയം വളരാനുള്ള ഒരു അവസരങ്ങളാണ് നമുക്ക് പലതും. കാരണം അവിടുത്തെ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് തന്നെ 1,00,000-ൽ പരം തൊഴിലാളികളാണ് ഇപ്പോൾ റഷ്യയിലേക്ക് പോകുന്നത്. ഈ റഷ്യയിലേക്ക് പോകുന്ന തൊഴിലാളികൾ റഷ്യൻ കമ്പനിയിൽ അല്ല വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയുടെ തന്നെ കമ്പനികൾ അവിടെ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റു ചില വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ സ്ഥാപിതമായിരിക്കുന്നു. അത് നമ്മൾ നോക്കുന്നത് ബിസിനസ് വേണം. ആ ബിസിനസ് നമ്മുടെ രാജ്യത്തുകൂടി വന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കി മാറ്റുക എന്നുള്ളതാണ്. റഷ്യയെ സംബന്ധിച്ച് അതല്ല. അവരുണ്ടാക്കുന്ന സാധനം ചരക്ക് വിൽക്കാൻ ഒരു ഇടം എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയല്ല. നമുക്ക് വിൽക്കുകയും വേണം, ഒപ്പം തന്നെ ഇവിടെ സംയുക്ത സംരംഭങ്ങളും വേണം. കാരണം നമ്മൾ ചൈനയുടെ അത്രയും വളർന്നിട്ടില്ല. കാരണം അവിടെയുള്ള അത്രയും സ്ഥാപനങ്ങൾ ഇപ്പൊ നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതാണ് ഇന്ത്യ, അതായത് റഷ്യ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യ കണക്ക് സാമ്പത്തികമുള്ള ഒരാളെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ എപ്പോഴും കൂടെ നിർത്തുക. ഒപ്പം ചൈന കണക്ക് ഈ മേഖലയിലെ ഒരു ബലാബലമുള്ള ഒരു ഘടാഘടിയനെ എപ്പോഴും അങ്ങനെ തന്നെ ഒരു ഫ്രണ്ട്ലി, രണ്ട് കരുത്തന്മാർ തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടാറില്ലല്ലോ. അവർ രമ്യതയിലല്ലേ പോവുകയുള്ളൂ. അങ്ങനെ പോവുക എന്നുള്ള ഒരു നയമാണ് റഷ്യ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, S-500ന്റെ ദൂരപരിധി 600 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ S-400ന്റെ ഏതാണ്ട് 400 കിലോമീറ്റർ ആണ്. ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ കിട്ടും. അതായത് വിമാനം പൊങ്ങണോ വേണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അടിച്ചു വീഴ്ത്താൻ പറ്റുമല്ലോ. 1000 കിലോമീറ്റർ ഒന്നും ആക്ച്വലി പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷത്തിൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ നമ്മുടെ മിസൈലിന്റെ റേഞ്ച് കൂടിയ പരീക്ഷണം നടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് ഈ മിസൈൽ ബീജിങ്ങിന്റെ തെക്ക് വടക്ക് പോയി വീഴും,
ഈ മിസൈൽ ചൈനയുടെ ഇന്ന പ്രവിശ്യയിൽ പോയി വീഴുമെന്ന്. അതായത് നമ്മളുടെ ലോങ് റേഞ്ച് മിസൈലുകളെല്ലാം നമ്മൾ ചൈനയെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളുടെ അങ്ങനെ ആയിരിക്കണം അത് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ പരീക്ഷിച്ച മിസൈല് ബീജിങ്ങിന്റെ തെക്ക് വടക്കേ മൂല തകർക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ ദിവസം ചെയ്തത് ഷീ ജിൻപിങ്ങിന്റെ വീടിനടുത്ത്. അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. കാരണം പാകിസ്ഥാനെ നമുക്ക് ആക്രമിക്കണമെങ്കിലോ തകർക്കണമെങ്കിലോ നമുക്ക് ഒരു വലിയ റേഞ്ചിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. കാരണം നമ്മളുമായി ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അങ്ങനെ വേണ്ട. പക്ഷെ ഈ പറയുന്ന വരുമ്പോൾ ഈ വലിയ റേഞ്ചിലേക്ക് വരുമ്പോൾ അതൊരു 1000 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിനെ തകർക്കുക എന്ന് പറയുമ്പോൾ ചൈന പോലെ വളരെ വിശാലമായിട്ടുള്ള തന്ത്രപ്രധാന മേഖലകൾ പല മേഖലകളിലും വിന്യസിച്ചിട്ടുള്ള ചൈനയുടെ ഭൂപടത്തിൽ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് തന്നെ. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ചൈനയ്ക്ക് പ്രത്യക്ഷത്തിൽ ഇത് എതിർക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു ബന്ധം ശ്രീമാൻ ട്രംപ് പോലും പറഞ്ഞിട്ടുള്ളതാണ്. ട്രംപ് പറഞ്ഞ അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനോ അത് അകറ്റാനോ നമുക്ക് കഴിയില്ല. അത് പരമ്പരാഗതമായി തന്നെ ഉള്ളതാണ്. അത് തുടർന്ന് പോവുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പകരം ഇപ്പൊ എണ്ണ വാങ്ങിക്കല് നിർത്തിക്കാൻ പറ്റും. നിർത്തിക്കാൻ പറഞ്ഞിട്ടും ഇന്ത്യ നിർത്തിയില്ല. പകരം അതിന് ചെയ്ത കാര്യം എന്താണ്? റോസ്നെറ്റും ലൂക്കോയിലും പോലെയുള്ള റഷ്യയിലെ എണ്ണ കമ്പനികളുടെ മേൽ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് റിലയൻസ് പോലെയുള്ള പ്രൈവറ്റ് കമ്പനികൾക്ക് എണ്ണ ലഭിക്കാത്ത രീതിയിലാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. വഴി അടച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ റഷ്യയുമായി അടുക്കുന്നു എന്ന് മാത്രമല്ല, ചൈനയുടെ ആ ഒരു ബോർഡർ, ഇന്ത്യ ചൈന ബോർഡറിൽ ഇന്ത്യ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കുന്നുണ്ട്. കാരണം ചൈന ഒരു വമ്പൻ അടിക്ക് ഒരുങ്ങുന്നുണ്ട്. അത് ഇന്ത്യയുമായിട്ടല്ല, തായ്വാനുമായിട്ടുള്ള ഒരു അടിയാണ്. ആ അടിയുടെ അത് എങ്ങോട്ടൊക്കെ പാളും, ഇല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ അത് മാറും, ഇല്ലെങ്കിൽ ചിതറും എന്നൊക്കെ ഉള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് അടി പൊട്ടുന്നത് അറിയില്ല. പക്ഷെ ആ അടി പൊട്ടുന്നതിനകത്ത് ആ അടിക്കാരിൽ അല്ലെങ്കിൽ ആ സംഘർഷത്തിന്റെ ഒരു ആള് നമ്മുടെ ഇന്ത്യ തന്നെ ആയിരിക്കും. അല്ലാതെ യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ ഇടവും വലവും രണ്ടുപേരും ചൊറിയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെ ആകപ്പാടെ കലങ്ങി മറിഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് റഷ്യ ഈ ഒരു വലിയ ഒരു ഓഫർ വെച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇന്ത്യയുടേതൊക്കെ ഉള്ള രീതിയിലേക്ക് മാറ്റുകയാണ്. അതായത് അവർ തരുന്ന 600 കിലോമീറ്റർ റേഞ്ച് എന്നുള്ളത് ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യ അത് സംയോജിപ്പിച്ചുകൊണ്ട് 2 സ്ക്വാഡ്രണങ്ങാണ്ടാണ് ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. S-400 അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് മറ്റൊരു ആവശ്യത്തിനാണ് എന്നതിൽ എടുത്തു പറയുന്നുണ്ട്. ആ വരികൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. S-400ന്റെ പർപ്പസ് മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാന് മാത്രമുള്ള സാധനമാണ്, അവരുടെ റേഞ്ചിലുള്ള സാധനമാണ് അത് വെച്ചിരിക്കുന്നത്. അതാണ് എടുത്തു പറയുന്നത്. ചൈന എന്നവർ പറയുന്നില്ല, അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതങ്ങനെ തന്നെ നിലനിർത്തും. S-500 മറ്റൊരു ആവശ്യത്തിനാണ്. ഈ മറ്റൊരു ആവശ്യം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. കുറഞ്ഞ റേഞ്ച് പാകിസ്ഥാനുള്ളതും ഇച്ചിരി കൂടിയ റേഞ്ച് ഇവർക്കുള്ളതും പിന്നെ സംയോജിപ്പിച്ച് വരുന്നതും ചൈനയ്ക്ക് തന്നെ ഉള്ളതായിരിക്കും.